എല്ലാവർക്കും സ്മിത സ്പൈസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്നിവിടെ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എപ്പോഴും ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലോട് കൂടിയ ചിക്കൻ എടുക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെയുള്ള കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. പാൻ അടുപ്പത്തോട്ട് വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് കൊടുക്കുക, വലിയ ജീരകം. ഞാൻ പിന്നെ 3 വലിയ സവാള ചോപ്പ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ റോസ്റ്റിലോട്ട് എപ്പോഴും സവാള ചോപ്പ് ചെയ്ത് ചേർക്കുന്നതാണ് നല്ലത്. നല്ല തിക്ക് ഗ്രേവി ആയി കിട്ടാൻ ഇതാണ് നല്ലത്. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 3 പച്ചമുളകും കൂടെ ഈ സമയത്ത് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കൂടുതൽ മുറിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി കുറച്ചൊന്ന് വാടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രഷായിട്ട് തന്നെ എടുത്ത് ചേർക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ്. എല്ലാം കൂടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി കുറച്ചും കൂടി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കിവിടെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ തക്കാളിയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്നാലും ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ആ തക്കാളിയും ഉള്ളിയും ഒക്കെ ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. അടച്ചു വെക്കാതെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ചെയ്താൽ ചിക്കൻ റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അടച്ചു വെച്ച് വേവിക്കുന്നതിനേക്കാൾ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ചിക്കൻ റോസ്റ്റിലോട്ട് കൂടുതൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ചിക്കൻ പുരട്ടി വെച്ച പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ആ വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുകയും ചെയ്യും. അതിലോട്ട് നമ്മൾ ഒരു ചെറിയ തക്കാളി അരച്ച് അതിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ചിക്കൻ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. നല്ലൊരു തിക്ക് ഗ്രേവിയും നമുക്ക് കിട്ടും. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മുടെ ചിക്കൻ വെന്ത് വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഗ്രേവിയും ഒന്ന് കുറുകി വരണം. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ആ ചിക്കൻ കഷ്ണങ്ങളിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം തന്നെ മതി നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി. കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തു. ആ ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടിയാൽ മതി. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെറിയ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് അടച്ച് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ആ ഗ്രേവി ഒന്ന് തിക്കായിട്ട് കിട്ടണം. ഈ സമയത്ത് ഞാൻ 2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇതിൻ്റെ അകത്ത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് സാദാ ചോറിൻ്റെ കൂടെ തന്നെ മറ്റ് കറികളൊന്നും ഇല്ലാതെ ഇത് തന്നെ കൂട്ടി കഴിക്കാൻ പറ്റും. നമ്മുടെ സൂപ്പർ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായി. നമ്മൾ ചിക്കൻ മസാല പോലും ഇതിൽ ചേർത്തിട്ടില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ മറ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിത് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിക്കും ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ ഇന്നിവിടെ